മൈനയുടെ കൂട്ടിലാക്കിയത്. പക്ഷേ പ്രസവിച്ച ഉടനെ 2 ഗിനിക്കുട്ടികളെ മൈന കൊത്തിക്കൊന്നു. തുടർന്ന് ഗിനിപ്പന്നികളെ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റി. ഇതാണ് മൈനയെ ചൊടിപ്പിച്ചതത്രേ. അതുകൊണ്ടാകണം അധികം സംസാരിക്കാനൊന്നും മൈന തയ്യാറായില്ല. അതിനിടെ തനിക്ക് ദേശീയ പക്ഷി എന്ന പരിഗണന പോലും തന്നില്ലെന്ന പരിഭവത്തോടെ മയിലുകൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. 3 മയിലുകളാണ് ഇപ്പോഴുള്ളത്. അതിലൊന്നിനെ ജോസഫ് പുറത്തുവിട്ടു. ക്യാമറ കണ്ടപ്പോൾ തന്റെ സന്തോഷം മയിൽ മറച്ചുവെച്ചതേയില്ല. നന്നായി പീലി വിടർത്തി നൃത്തം ചെയ്തു. ഇനി മറ്റെന്ത് വേണം എന്ന തരത്തിൽ നെഞ്ചു വിരിച്ചു തന്നെ. ഒരാളോട് അമിത സ്നേഹം കാട്ടുമ്പോൾ മറ്റുള്ളവർക്ക് അത്ര പിടിക്കില്ലെന്ന് ജോസഫ് പറയുന്നു. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി പ്രതിഷേധിക്കും. ബ്രസീലിയൻ തത്തകളായ മക്കാവോ അല്പം കുശുമ്പുള്ള കൂട്ടത്തിലാണ്. ആമസോൺ മേഖലയിൽ കാണുന്ന കൊക്കാറ്റോൺ നന്നായി ഇണങ്ങിക്കഴിഞ്ഞു. മൃഗങ്ങൾക്കിടയിൽ ചീരുവാണ് താരം. അതിസൂക്ഷ്മതയോടെയാണ് ജോസഫിന്റെ തലയിൽ പേനുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. ഒന്നും കിട്ടാത്തതിന്റെ നിരാശ ചീരുവിന്റെ മുഖത്ത് കാണാം. ആമയുടെ മുകളിൽ കയറിയിരിക്കാൻ ചീരുവിന് പെരുത്തിഷ്ടം. 30 കിലോയോളം തൂക്കുമുണ്ട് ഈ കടലാമക്ക്. കരയാമയാണ്. ഏതാണ്ട് അതിന് 38 കിലോ വെയിറ്റ് ഉണ്ട്. അതിന്റെ ഞാനൊരു മാർക്കറ്റിൽ ഇങ്ങനെ കണ്ടു. അപ്പൊ ഒത്തിരി കാലം കൊണ്ട് ഞാനിങ്ങനെ നോക്കി നടക്കുക വലിയ ആമ കിട്ടും. അങ്ങനെ വലിയത് വന്നപ്പോൾ തന്നെ ഞാൻ കിട്ടിയ ഉടനെ അത് വാങ്ങിക്കുകയായിരുന്നു. എൻ്റെ അടുത്ത് അല്ലാതെ വെള്ളത്തിലെ ആമയുണ്ട്, അല്ലാതെ കരയാമ തന്നെ ഒരു 5-6 വർഷം കൊണ്ട് ഞാൻ വളർത്തുന്ന ചെറിയ ആമകൾ എൻ്റെ അടുത്തുണ്ട്. ആമയുടെ കാര്യം വളരെ വിചിത്രമാണ്. നമ്മൾ വളർത്തുമ്പോഴേ അതിനെ അറിയത്തുള്ളൂ. ആമയ്ക്ക് വെള്ളം വളരെ ഇപ്പം നമ്മൾ 1 മാസം വെള്ളം കൊടുത്തില്ലേലും ആമ ചാകത്തില്ല, ഈ കരയാമ. പിന്നെ അതുപോലെ തീറ്റി ആയാലും 1 മാസത്തോളം നമ്മൾ തീറ്റി കൊടുത്തില്ലേലും ആമ ചാകില്ല. അതിന് ഭയങ്കര ആയുസാ. കാരണം അതിന് തീറ്റി തിന്നില്ലേലും ഒരു വെപ്രാളവും ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഇപ്പോൾ ഒത്തിരി നാൾ ഞാൻ പറയാൻ കാരണം, ഞാൻ നേരത്തെ ഒരിക്കൽ ഈ ആമയെ കൊണ്ടുവന്ന് ഒരിടത്തിട്ടിരുന്നിട്ട് തീറ്റി എവിടെയാണെന്ന് അറിയാതെ പോയി. ചെറിയ ആമയായിരുന്നു. അപ്പം ആ തീറ്റി ഇതിനെ നോക്കുന്ന പയ്യനും ഇതിനെ അറിയത്തില്ല ഇത് എവിടാന്ന്. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ ആമ എഴുന്നേറ്റ് വരുന്നു. ഏതാണ്ട് 1 മാസത്തോളം അതിന് തീറ്റയും കൊടുത്തില്ല, വെള്ളവും കൊടുത്തില്ല. അപ്പോൾ അതങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഈ ആമയ്ക്ക് ഇത് ആഹാരം കൊടുക്കുന്നത് ചിലപ്പം വിട്ടുപോകാറൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്നാലും ആമയ്ക്ക് ഒരു പ്രശ്നമില്ലാതെ ആമ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും തനിക്ക് മക്കളെ പോലെയാണെന്ന് പറയുമെങ്കിലും ഒരല്പ സ്നേഹക്കൂടുതൽ കുട്ടുവിനോടുണ്ടെന്നുള്ളത് ഒരു അടക്കം പറച്ചിലായി കേട്ടു. കുട്ടു എന്ന് വിളിക്കുന്ന കാസിക്കോ തത്ത 7 വർഷമായി ജോസഫിനൊപ്പമുണ്ട്. വിശക്കുമ്പോൾ മമ്മി എന്ന് വിളിച്ച് കരയുന്ന കാസിക്കോ വളരെ അനുസരണയും സ്നേഹവുമുള്ളതാണെന്ന് ജോസഫ് പറയുന്നു. അതിനിടെ താറാവുകൾ ഒരു ഭാഗത്ത് നീരാട്ട് തുടങ്ങി. താറാവ്, കോഴി എന്നിവയുടെ മുട്ടകൾ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷികളെ വിൽക്കാനോ മുട്ടകൾ വിൽക്കാനോ ജോസഫ് തയ്യാറല്ല. ഇൻക്യുബേറ്റർ ഉണ്ട്. ഞാൻ അതിൽ ഒരു 88 മുട്ട വരെ ഒരു ദിവസം ഒരു സമയത്ത് നമുക്ക് വിരിക്കാം. വിവിധങ്ങളായ ഈ പക്ഷികളുടെയൊക്കെ മുട്ട വെച്ച് വിരിച്ചിട്ടുണ്ട്. അത് സഫലമായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം, ഈ കോഴികൾക്ക് ഇവിടുത്തെ അസുഖം വരാത്തതിൻ്റെ ഒരു കാരണം, ഞാനിവിടെ വളർത്തി കുഞ്ഞുങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്രതിരോധ ശക്തി അതിന് കൂടുതലാണ്. നമ്മൾ പുറത്തുനിന്നൊരു കോഴിയെ വാങ്ങിച്ച് ഇട്ടാൽ അത് പെട്ടെന്ന് രോഗം വന്ന് ചത്തുപോകുന്നത് കാണാറുണ്ട്. എന്നാൽ നമ്മളിവിടെ വളർത്തിയ പക്ഷികൾ ഒന്നും തന്നെ ചാകുന്നില്ല, ഇവിടെ തന്നെ വിരിച്ചിറക്കുന്നത്. കാരണം ഇവിടുത്തെ കാലാവസ്ഥയോട് അത് യോജിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ വിരിച്ച് വളർത്തുന്നതാണ് താറാവ്, കോഴി ഈ വകയ്ക്ക് നല്ലതെന്നാണ് എൻ്റെ അനുഭവങ്ങളിലൂടെ പറയാറുള്ളത്.
ആണെന്ന് പറഞ്ഞാൽ അതിന് ഈ ചൂടുകാലത്തെ ജയിച്ചു നിൽക്കാൻ കഴിയുന്നു. വസന്ത വരാറില്ല. 4-5 വർഷമൊക്കെ കോഴി നിൽക്കാറുണ്ട്. 4 വർഷമൊക്കെ കോഴി ഈസി ആയിട്ട് ജീവിക്കുന്നുണ്ട്. അതുപോലെ ഈ ഫ്ലൈയിങ് ഡക്കുകൾ എൻ്റെ അടുത്തുണ്ട്. അതും ഞാൻ മുട്ട ഇവിടെ അടവെച്ച് ഞാൻ പിന്നെ ഈ ഇൻക്യുബേറ്റർ വാങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്നത്, എൻ്റെ അടുത്ത് ഈ വലിയ ഈ മിശ്രി പ്രാവുകളുണ്ട്. ആ പ്രാവുകളുടെ അടിയിൽ 4, 5, 6 മുട്ട വരെ നമുക്ക് വെക്കാം. അത് കോഴിമുട്ടയും താറാവ് മുട്ടയും അതിൻ്റെ അടിയിൽ വെച്ച് ഞാൻ അനേക ഇതുമായിട്ട് വിരിച്ചിട്ടുണ്ട്. അത് ആ പ്രാവ് താറാവ് കുഞ്ഞ് ഇറങ്ങിയാൽ ആ പ്രാവ് ഒരുമാതിരി വളരും വരെ ആ പ്രാവ് അതിനെ സൂക്ഷിക്കുന്നുണ്ട്. ചുണ്ടിക്കൂടെ ആഹാരം കൊടുക്കാൻ കഴിയുന്നില്ല. ജനിച്ചാൽ ഉടൻ തന്നെ കൊത്തി തിന്നുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഞാൻ ഒത്തിരി ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഞാൻ ഒരു പക്ഷികളെയും മൃഗങ്ങളെയും വിൽക്കത്തില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നത് ആഗ്രഹിച്ചാൽ അവർക്ക് വെറുതെ കൊടുക്കുമെന്നല്ലാതെ ഞാൻ വളർത്തുന്ന ഒരു ജീവികളെ ഞാൻ ഒന്നിനും ഫിനാൻഷ്യൽ, അതായത് പൈസയ്ക്ക് വേണ്ടി ഞാൻ ഒന്നിനെയും വളർത്തുന്നില്ല. എനിക്ക് കാണണം, സന്തോഷിക്കണം എന്നുള്ളതല്ലാതെ. പിന്നെ ഞാൻ കുറച്ച് താറാവുകളെ മാത്രം സെപ്പറേറ്റ് വളർത്തുന്നുണ്ട്, അത് കഴിക്കാനായിട്ട്. അതായത് അത് മാത്രമേ എനിക്ക് മറ്റുള്ള ആഹാരങ്ങളെക്കാളൊക്കെ ഇഷ്ടമുള്ളൊരു അത് ഞാൻ സെപ്പറേറ്റ് വളർത്തുന്നത്. അത് ഈ നമുക്ക് കാണാൻ വളർത്തുന്ന താറാവ് വേറെ ഉണ്ട്. അത് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് മാത്രമേ എടുക്കൂ. അല്ലാതെ മറ്റൊരു പക്ഷികളെയും നമ്മൾ കഴിക്കുകയായിട്ട് വിൽക്കുകയായിട്ട് ചെയ്യത്തില്ല. മനുഷ്യർക്ക് വരുന്ന എല്ലാ അസുഖങ്ങളും ഇവക്കുണ്ടാവാറുണ്ട്. അപ്പോൾ മരുന്ന് നൽകും. ഗോൾഡൻ പ്രസൻസിന്റെ കുഞ്ഞിന്റെ കാലിനെന്തോ നീര് വന്നിരിക്കുന്നു. ജോസഫ് തന്നെ പരിശോധിച്ച് മരുന്ന് വെക്കാൻ നിർദ്ദേശിച്ചു. അസുഖം വന്നാൽ അൽ ബക്രയിലെ വെറ്ററിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് ചികിത്സിക്കുന്നത്. ആശുപത്രി അധികൃതരൊക്കെ നല്ല സഹകരണമാണ് നൽകുന്നത്. ഫാൽക്കൺ എന്ന് വിളിക്കുന്ന പ്രാപ്പിഡിയൻ പക്ഷിയുടെ